എന്തായി ഇലക്ഷൻ പരിപാടിയൊക്കെ? പരിപാടിയൊക്കെ സെറ്റ്. വൈകിട്ട് 5 മണിക്ക് ഷാർപ്പ് ഇലക്ഷൻ സ്റ്റാർട്ടിങ്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ല. അതെന്താണ് അങ്ങനെ? സ്ഥാനാർത്ഥികൾക്കും വോട്ടവകാശം വേണ്ടതല്ലേ? അല്ല, അത് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ അവരുടെ വോട്ടവകാശം എടുത്ത് കളഞ്ഞു. നടക്കിങ്ങോട്ട്. ചേച്ചി എന്നെ വഴക്ക് പറയരുത്. ഇന്ന് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മക്കളെ, ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? മക്കൾ ശരിക്കും ആർക്ക് വോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ? അമ്മുമ്മയ്ക്കാണോ അതോ ചേച്ചിക്കാണോ? മക്കള് അമ്മുമ്മയ്ക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാലോ, ഇവിടെ വരുമ്പോഴത്തേക്ക് വല്ല കഞ്ഞിയോ പയറോ അല്ലെങ്കിൽ വല്ല ചമ്മന്തിയോ ദോശയൊക്കെ തരും. ചേച്ചിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചേച്ചി പിസ്സ മേടിച്ചു തരും, ബർഗർ മേടിച്ചു തരും, ഷേക്ക് മേടിച്ചു തരും, ചിക്കൻ ഫ്രൈ. ഓ, നീ എന്തോ കൊച്ചിനോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ല. സത്യം പറ ലച്ചു, നീ എന്തോ കൊച്ചിനോട് പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ചോദിച്ചു, ഞാൻ എന്തെങ്കിലും പറഞ്ഞ പാറു? ലച്ചു കളിക്കല്ലേ. പാറു എന്തോ പറഞ്ഞേ? പറ, സത്യം പറ. ഒന്നും പറഞ്ഞില്ല അമ്മ. ഒന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടല്ലോ. എന്തോന്ന് കേട്ടെന്ന്? ഇലക്ഷൻ കമ്മീഷൻ. ഓ, ഇവിടെ വന്നേ. എന്താ മുമ്മ? ലച്ചു വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. സ്വാധീനിക്കാൻ ശ്രമിച്ചു? ഞാൻ ആരും സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് ഞാൻ കേട്ടതില്ലയോ? എന്ത് കേട്ടെന്ന്? ലച്ചു, ഇത് ശരിയല്ല കേട്ടോ. ഇലക്ഷൻ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. പാലിച്ചില്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ കളയും. ചേച്ചി എന്തൊരു പറഞ്ഞേ? അത് പിസ്സ മേടിച്ചു തരാം, ബർഗർ മേടിച്ചു തരാം, ഷേക്ക് മേടിച്ചു തരാം, ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മൂമ്മ വന്നു. അങ്ങനെ വരട്ടെ. കല്ലുമോളെ, മൂക്ക് വല്ലതും മേടിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നോ? എനിക്ക് മുട്ടായി മേടിച്ചു തരാൻ പറഞ്ഞു. കൊറേ മുട്ടായി. ആരോടും പറയലെന്നും പറഞ്ഞു. അമ്മൂമ്മ ആരോടും പറയല്ലേ? ഇല്ല ഇല്ല ഇല്ല. അയ്യോ, എന്റെ ലച്ചു, എന്താ ഇത്? அம்மா, நீங்க எனக்கு 1000 ரூபாய் கொடுத்ததும் ஒரு புது சாரி வாங்கி கொடுக்கறேன்னு சொன்னதும் உங்களுக்கு ஓட்டு செய்யறதுக்கா? நான் நினைச்சேன் நீங்க என்கிட்ட பாசத்தினால சொன்னீங்கன்னு. ഞാൻ കനകത്തിനുള്ള സ്നേഹം കൊണ്ട് മേടിച്ചു കൊടുത്തതാ. എന്നാലേ ഞാൻ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് വാങ്ങി തരാന്നും പറഞ്ഞത്. അല്ലാതെ ഞാൻ സ്വാധീനിക്കാനൊന്നും ശ്രമിച്ചല്ല. ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതല്ല. ആര് സ്വാധീനിക്കാൻ ശ്രമിച്ചാണെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടെണ്ണം തൂക്കിയെടുത്ത് കൊച്ച്, നീ ഏതാടാ? നീ കൊറേ നേരം പറയുന്നത് തൂക്കിയെടുത്ത് കളയൂന്ന്. കണ്ടോളിയാ അളിയടാ, ബാലറ്റ് പേപ്പറും പെട്ടിയൊക്കെ റെഡി അല്ലടാ? എല്ലാ സാധനവും സെറ്റ്. മക്കളെ കല്ലു താഴെ ഇറങ്ങടാ. അവിടെ നില്ല, ഞാൻ എന്താ പറഞ്ഞു? ഈ കുഴിപ്പ്. വേണ്ടേ ബാലറ്റ് പേപ്പർ, ഐഡന്റി കാർഡ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അല്ലയോ ഐഡന്റി കാർഡ് പിടി. ബാലറ്റ് പേപ്പർ ഇവിടെ നീങ്ങില്ലേ? കറക്റ്റ് കാണണമെങ്കിൽ ലച്ചു കുഴി. ലച്ചു നോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഭവാനി പടവലം, ഭവാനി കോട്ടയാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യാം. നോട്ട നൺ ഓഫ് ദി എബോവ് എന്ന് വെച്ചാൽ ഈ രണ്ടുപേരും അല്ല. പിന്നെ അളിയാ നിങ്ങട് എല്ലാവർക്കും അവരുടെ വോട്ടർ ഐ ഡി ഉണ്ട്. നിങ്ങൾക്കുള്ളത് പിന്നെ തരാം. നിങ്ങക്ക് രണ്ടുപേർക്ക് വോട്ടില്ല. ഇതിൽ വോട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിൽ വോട്ടില്ല. കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ റദ്ദാക്കി കളയും. ഞാൻ ഒരു കാര്യം പറയാം. ആര് ഇലക്ഷൻ ജയിക്കുന്നോ ആ ജയിക്കുന്ന ആള് പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവര് കേൾക്കണം. അങ്ങനെ മാത്രമല്ല, ജയിക്കുന്ന ആളെ ഞങ്ങള് പറയുന്നത് കൂടെ കേൾക്കണം. പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ. അത് തന്നെ. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ അടിമയായിട്ട് എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ കാണും. അടിമേ? ആര്? ചോനർ തല ഭവാനിയാ? ഇതൊക്കെ വെറും പറച്ചിന് മാത്രമേ ഉള്ളൂ. കാര്യത്തോടെ എടുക്കുമ്പോ നോക്കാം. ശരിക്കുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നതേ നാട്ടുകാര് പറയാതെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇതൊരു മാതിരി ഫ്യൂഡൽ മാടമ്പി. ലച്ചു, ഇതുപോലുള്ള അനാവശ്യ വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. എന്താ ഏതാണ്ട് ഒരു കാര്യം പറയല്ലോ,
അൺപാർലമെന്ററി, ആ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ. ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഈ സ്ഥാനാർത്ഥി ഇവിടെ ഉപയോഗിച്ചു. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയെ റദ്ദ് ചെയ്യണം. എന്നിട്ട് ഏകപക്ഷീയമായിട്ട് എന്നെ തെരഞ്ഞെടുക്കണം. ആഹാ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. ഇലക്ഷൻ എങ്ങാനും തോറ്റാലേ പടവലത്ത് പോയി നിൽക്കേണ്ട വരും. ആര്, ഞാനോ? പിന്നെ ഞാനാ. കേശുവേ, ഓ, എനിക്ക് എന്റെ സങ്കല്പ വികസന രൂപരേഖ പ്രഖ്യാപിക്കണം. ക്യാമ്പയിൻ അറേഞ്ച് ചെയ്യും. എനിക്കും എന്റെ സങ്കല്പ വികസന രൂപരേഖ പ്രഖ്യാപിക്കണം. കനകം പോവരുത്, സ്വാധീനിക്കാൻ വിളിക്കുന്നതാണ്. വന്നില്ലെങ്കിൽ ഈ 8 പൊട്ടാൻ പോണേന് എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിക്കണത്?